السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും അള്ളാഹു എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കടങ്ങളെല്ലാം അള്ളാഹു മാറ്റി സന്തോഷദായകമായ ജീവിതം ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ ബഹുമാനിനായ അബൂദർ റളിയല്ലാഹു അൻഹു ബഹുമാനിനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ യബ്ന സൗദാ എന്ന് വിളിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ കറുത്തവൻ്റെ മകനെ എന്ന് വിളിച്ചു. ബഹുമാനിനായ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ശരീരം അല്പം കറുത്തുപോയതിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചത്. എങ്കിലും അദ്ദേഹം അബൂദർ റളിയല്ലാഹു അൻഹു കരുതിക്കൂട്ടിയായിരുന്നില്ല വിളിച്ചത്. വർത്തമാനത്തിൻ്റെ ഇടയിൽ അറിയാതെ വന്നുപോയൊരു വാക്കാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. താൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സ്വഹാബി തൻ്റെ മുഖത്ത് നോക്കി അപ്രകാരം വിളിച്ചത് ബഹുമാനിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സഹിച്ചില്ല. പ്രശ്നങ്ങളും പാരാദൂരങ്ങളും എല്ലാം പറയുന്നത് ഹബീബിൻ്റെ അടുക്കലാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഓടുകയാണ്. ഓടിയിട്ട് നബിതങ്ങളോട് പറഞ്ഞു, ഇപ്രകാരം എന്നെ വിളിച്ചു എന്ന് സഹിക്കാൻ കഴിയുന്നില്ല നബി എന്ന് പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയി. സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും മഹാനായ സ്വഹാബിയാണ്. അടിമുടി കറുത്ത ബിലാലാണ്, അവർ ആത്മാവിൻ വെള്ളാമ്പൽ പൂവാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ശാരീരികമായി അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ അവസ്ഥയിൽ അദ്ദേഹം കറുപ്പായിരുന്നെങ്കിലും അദ്ദേഹം ആത്മാവിൽ വെള്ളാമ്പൽ പൂവായിരുന്നു. അദ്ദേഹം മഹാനായ സ്വഹാബി, നബിതങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട സ്വഹാബി, നബിതങ്ങളുടെ എല്ലാമായി പ്രവർത്തിച്ച സ്വഹാബിയാണ്. അദ്ദേഹം ആദ്യം അടിമയായി കഴിഞ്ഞുകൂടുകയും ഒരുപാട് പ്രയാസങ്ങളും തീഷ്ണതകളുമെല്ലാം അനുഭവിക്കുകയും ചെയ്ത സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. കാട്ടാളന്മാരായ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചകത്തേക്ക് വലിയ പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു. അദ്ദേഹത്തിൻ്റെ കഷ്ടകാലവും പ്രാരാബ്ധവുമെല്ലാം കണ്ടുകൊണ്ട് നബിതങ്ങൾ വഴിയായിട്ടാണ് അദ്ദേഹത്തിനെ മോചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ഉടുക്കുവാൻ വസ്ത്രമുണ്ടായിരുന്നില്ല, കഴിക്കുവാൻ നേരെ ചൊവ്വേ ഉള്ള ഭക്ഷണവും ഉണ്ടായിരുന്നില്ല. കാലിത്തൊഴുത്തിലും കാലിക്കുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയുമെല്ലാമൊക്കെയായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത്. ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന പോലും ശത്രുക്കൾ നൽകിയിരുന്നില്ല. അതിൽ നിന്നെല്ലാം മാറി സ്വതന്ത്രനായി, വളരെ ആഹ്ലാദത്തിനായി, സന്തോഷദായകമായി ഇസ്ലാമിൽ നിറത്തിൻ്റെയോ ജാതിയുടെയോ എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വകതിരിവുകൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്രകാരം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. നബിതങ്ങളുടെ അടുക്കൽ ചെന്നു. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ ചോദിച്ചു, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബിതങ്ങൾ ചോദിച്ചത്, ഇപ്പോഴും നിന്നിൽ ജാഹിലിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗത്തിൻ്റെ വിവരക്കേടിൻ്റെ അംശം ഇപ്പോഴും നിന്നിലുണ്ടോ അബൂദർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. കാര്യമറിഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിപ്പോവുകയാണ്. സഹോദരങ്ങളെ, ബഹുമാനിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ചെന്നു. സുമ്മ ഖറജ ബാക്കിയൻ, കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട്, എൻ്റെ ബിലാലിനത് സഹിക്കാൻ കഴിഞ്ഞില്ലേ, ഞാൻ ഒരു തമാശയ്ക്കോ അതല്ലെങ്കിൽ കാര്യമാക്കാതെയോ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ ബിലാൽ റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് കരുതിക്കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു ബാക്കിയൻ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കവിളിണകളെ, അദ്ദേഹത്തിൻ്റെ കവിൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് കവിൾ ഇങ്ങനെ ചേർത്ത് മണ്ണിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. വലാ ഖദ്ദഹു അല തുറാബ്,
മണ്ണിൻ്റെ മുകളിൽ അദ്ദേഹം ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, വഖാല വല്ലാഹി യാ ബിലാൽ ലാ അർഫഉ ഹദ്ദി അനിത്തുറാബ്. ബിലാലെ റളിയല്ലാഹു അൻഹു, എൻ്റെ ഈ കവിൾ ഞാൻ ഈ മണ്ണിൽ നിന്ന് ഉയർത്തുകയില്ല. നീ എൻ്റെ ഈ കവിളിൽ ആഞ്ഞ് ചവിട്ടുന്നത് വരെ നിന്നെ ഞാൻ അറിയാതെ പറഞ്ഞു പോയൊരു വേക്കിൻ്റെ പേരിൽ നിന്നെ മനസ്സകം വേദനിച്ചല്ലോ ബിലാലെ. ആയതിനാൽ അതിന് പകരമായി എൻ്റെ ഈ കവിളിൽ നിങ്ങളുടെ ഈ കാലുകൊണ്ട് ചവിട്ടാതെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. നിങ്ങളുടെ ഈ കാലുകൊണ്ട് എൻ്റെ ഈ കവിളിൽ ചവിട്ടാതെ ഈ മണ്ണിൽ നിന്ന് ഞാൻ എൻ്റെ തല ഉയർത്തുകയില്ല, എൻ്റെ കവിളുയർത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ അബൂദർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഈ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എവിടെയാണോ ചവിട്ടണമെന്ന് പറഞ്ഞത് അവിടെ അദ്ദേഹം ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ അതെല്ലാം പറഞ്ഞ് പരിഹൃതമാവുകയാണ്. പ്രശ്നം അറിയാതെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി എന്ന് ബഹുമാനിനായ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഇന്ന് നിറത്തിൻ്റെ പേരിൽ ആളുകളെ പരസ്പരം മാറ്റി നിർത്തപ്പെടുന്ന, അതല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ചത്. അവർ ആദ്യമായി അവരുടെ വീട്ടിൽ പോകുന്നു, സ്ത്രീയെ കാണുന്നു, അതിനുശേഷം അവർ നിക്കാഹെല്ലാം ഉറപ്പിക്കുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞ് അവരോടൊപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ നിറം ഒരു പ്രശ്നമായി പറയുകയും അവസാനം കുത്തുവാക്കുകൾ കൊണ്ട് അവരെ വ്രണപ്പെടുത്തുകയും അവരുടെ നിറത്തിൻ്റെ പേരിൽ അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജീവിതം അസ്തമിപ്പിച്ചിരിക്കുകയാണ്. അവരോടും ചോദിക്കാനുള്ള ഒറ്റ വാക്കാണ്, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ. നിങ്ങളിലും വിവരക്കേടിൻ്റെ അംശമുണ്ടല്ലേ, നിങ്ങളും വിവരക്കേടുമായി കഴിഞ്ഞുകൂടുന്നവരാണല്ലേ. നോക്കൂ, നിങ്ങളെത്ര പവിത്രതയോടുകൂടിയായിരുന്നു അവരെ കാണേണ്ടിയിരുന്നത്. അവരുടെ മനസ്സ് എത്ര സ്നേഹത്തിൻ്റേതായിരുന്നായിരിക്കണം, എത്ര വാത്സല്യത്തോടെ ആയിരിക്കണം അവർ നിങ്ങളോട് പെരുമാറിയത്. അവരോടൊപ്പം നിങ്ങൾ ജീവിച്ചു. അതിനുശേഷം നിങ്ങൾ മറ്റൊരു നാട്ടിൽ പോയി മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന ആ വീടുമായി ഇണങ്ങിത്തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങളുടെ വീടുമായി ഇണങ്ങിത്തുടങ്ങിയിട്ടേയുള്ളൂ. എന്നിട്ട് ആ വീട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരിയെ നിങ്ങളങ്ങ് പോകുമ്പോൾ അവർ ഒറ്റപ്പെട്ടതുപോലെയൊക്കെ അനുഭവപ്പെടും. തനിക്കാകെ ആശ്രയമായിരുന്ന തൻ്റെ ഭർത്താവ് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ, അങ്ങനെ മറ്റൊരു നാട്ടിലിരുന്നിട്ട് താൻ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്ന തൻ്റെ ഭാര്യയെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച് അവസാനം ഇനി എന്തിന് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അസ്തമിപ്പിച്ച ദാരുണമായ അവസ്ഥ. നിറം നോക്കിയാണോ നിങ്ങൾ ആളുകളെ പരിഗണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യവും എത്ര വലുതാണ്. നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടോ? നിങ്ങളുടെ സൗന്ദര്യം എവിടെയാണുള്ളത്? നിങ്ങളുടെ മുഖത്താണോ? അല്ല, സൗന്ദര്യം തിരിച്ചറിയപ്പെടേണ്ടത് ഹൃദയത്തിലാണ്. നിങ്ങളുടെ ശരീരത്തേക്കാൾ എത്രയോ മോശമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നതാണ്. നിറത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അതല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലെല്ലാം ഒരു മനുഷ്യനെ വേർതിരിച്ച് നിർത്താൻ പാടില്ല എന്ന് പറയപ്പെടുന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താവായിരുന്നിട്ട് കൂടി നിറത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സ്വന്തം സഹധർമ്മിണിയെ മരണത്തിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ എത്ര ലജ്ജാവഹമാണ്. എത്രത്തോളം വിവരക്കേടിൻ്റെ അംശമല്ല, വിവരക്കേടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് നന്നാകാൻ കഴിയുക? പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറൂന ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആകാരത്തിലേക്കല്ല നോക്കുന്നത്. വലാകിൻ ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരത്തിന് വലുപ്പമുണ്ടോ, ആകാരമുണ്ടോ, വണ്ണമുണ്ടോ, ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കൊന്നും അല്ലാഹു നോക്കുന്നത്. നിങ്ങളുടെ രൂപത്തിൽ സൗന്ദര്യമുണ്ടോ, കറുത്തതാണോ, വെളുപ്പാണോ, പൊക്കം കുറഞ്ഞതാണോ, പൊക്കം കൂടിയതാണോ,
നിങ്ങളുടെ കണ്ണുകൾ കഴകുള്ളതാണോ, പുരികം വല്ലാത്ത നീളമുള്ളതാണോ എന്നൊന്നുമല്ല പടച്ചവൻ നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ്, നിങ്ങൾ ചെയ്ത ഇബാദത്തുകളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പടച്ച തമ്പുരാൻ നോക്കിയാൽ നിങ്ങളുടെ സഹധർമ്മിണിയെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാണിച്ച നിങ്ങളുടെ മനസ്സകത്തിലേക്ക് കുടിയിരിക്കുന്ന എത്രയോ വൈകൃതമായിരിക്കണം പടച്ചവൻ കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ സഹോദരിമാരായ ആളുകൾ പെണ്ണ് കാണാൻ വരുന്നു എന്നെല്ലാം പറയുമ്പോൾ അണിഞ്ഞൊരുങ്ങുകയാണ്. അവരുടെ അള്ളാഹു നൽകിയ മനോഹരമായ സൗന്ദര്യത്തെ എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിൽ, അതല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാൽ എന്നെ സൗന്ദര്യമില്ല എന്നൊക്കെ തോന്നിക്കൊണ്ട് വിപണികളിൽ കിട്ടുന്ന കെമിക്കലുകൾ, അതല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തെ മറച്ചു വെക്കുന്ന രൂപത്തിലും കോലത്തിലുമെല്ലാം മുഖത്തും ശരീരത്തിലുമെല്ലാം വാരി പൂശുകയാണ്. ഈ കാണാൻ വരുന്ന ചെറുക്കൻ വിചാരിക്കുന്നത് ആ സൗന്ദര്യമായിരിക്കാം അവരുടെ മനസ്സിലുണ്ടാകുക. പിന്നീട് ഇതെല്ലാം മാറിക്കഴിഞ്ഞ് അതെല്ലാം എടുത്തു മാറ്റി അതല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ തൻ്റെ ഭർത്താവ് അത്ഭുതപ്പെടുമാറായിട്ടുണ്ടായിരിക്കണം. കാരണം എന്തെന്നാൽ ഇന്നലെ വരെ കണ്ടതല്ല, അതല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോയപ്പോഴുണ്ടായിരുന്ന പെണ്ണുമല്ല. ഇപ്പോഴിതാ രൂപവും ഭാവവുമെല്ലാം മാറിയിരിക്കുന്നു. മുഖം കഴിയുമ്പോൾ വല്ലാത്ത അത്ഭുതം. അപ്പോൾ അവിടെ പ്രശ്നങ്ങളും സങ്കീർണതകളുമെല്ലാം തുടങ്ങുന്നു എന്നുള്ളതാണ്. ആയതിനാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനോഹരമായ സൗന്ദര്യം നൽകിയിട്ടുണ്ട്. കറുപ്പും വെളുപ്പുമല്ല, കറുത്തവരെയും വിവാഹം കഴിക്കാൻ ആളുകളുണ്ട്, വെളുത്തവരെയും വിവാഹം കഴിക്കാനുണ്ട്. ഈ കറുപ്പിനും വെളുപ്പിനുമൊന്നും പ്രത്യേകം സ്ഥാനമില്ല. ഓരോരുത്തരുടെയും മനസ്സകങ്ങളിലുള്ള വൃത്തിയും ശുദ്ധിയും പരിശുദ്ധിയും പവിത്രതയുമൊക്കെയാണ് പരിഗണിക്കപ്പെടുക. നോക്കൂ, ഒരാൾ അദ്ദേഹം നല്ല വെളുപ്പുള്ള, കാണാൻ നല്ല അഴകുള്ള ഒരാളാണ്. പക്ഷേ അയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ ആളുകൾ അയാളെ ഇഷ്ടപ്പെടുമോ? അയാൾ നിരന്തരമായി മദ്യം ഉപയോഗിക്കുന്നയാളാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നയാളാണ്, നാട്ടിൽ അശാന്തി വിതയ്ക്കുന്നയാളാണ്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ്, അയൽവാസികൾക്ക് ഉപദ്രവകാരിയാണ്, സമൂഹത്തിൽ തിന്മയല്ലാത്ത ഒന്നും നൽകുകയില്ല. പക്ഷേ അയാൾ കാണാൻ ഗ്ലാമറാണ്, സൗന്ദര്യമുള്ളയാളാണ്, കാണാൻ നല്ല സൗന്ദര്യവും വടിവും ആകാരവും ഒക്കെയുണ്ട്. ആളുകൾ ഇഷ്ടപ്പെടുമോ? ആളുകൾ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. കാരണം സൗന്ദര്യം അതിലല്ല. ഇനി നോക്കൂ, കാണാൻ കൊള്ളാത്ത കറുത്തിരിക്കുന്ന, സാധാരണ നിങ്ങളൊക്കെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറുപ്പിൻ്റെ പേരിലാണല്ലോ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. കറുത്ത ഒരാൾ എന്ന് വിചാരിക്കുക, കറുപ്പിനൊരു കുറവുമില്ല. കറുപ്പിന് 7 അഴകാണ്. ആ കറുത്ത അതല്ലെങ്കിൽ നിറം കറുത്ത ഒരു വ്യക്തി, അദ്ദേഹം ഏറ്റവും മാന്യനായിട്ടാണ് പെരുമാറുന്നത്, ആളുകളെ സഹായിക്കുന്നു. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും രാജ്യത്തിനുമൊക്കെ നല്ല സേവനം ചെയ്യുന്ന നല്ല പരിശുദ്ധനായ ഒരാളാണെങ്കിൽ ഈ വെളുത്തയാളേക്കാൾ ആളുകൾ ഇഷ്ടപ്പെടുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ നിറം കറുത്തുപോയ വ്യക്തിയാണ്. സഹോദരങ്ങളെ, ഇവിടെ സമൂഹം പരിഗണിക്കുന്നത്, അതല്ലെങ്കിൽ മനുഷ്യന്മാർ പരിഗണിക്കുന്നത് ഇവിടെ നിറത്തിൻ്റെ പേരിലല്ല, നിറമൽപ്പം കറുത്തുപോയി എന്നതിൻ്റെ പേരിൽ. എന്താണ് പ്രശ്നമുള്ളത്? ഒരിക്കലും പ്രശ്നമാക്കേണ്ടതില്ല. അവരുടെ മനസ്സകങ്ങൾ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിൻ വെള്ളാമ്പൽ പൂവാണ് എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങൾ വെളുത്തതായിരിക്കും, പരിശുദ്ധമായിരിക്കും. അള്ളാഹു അപ്രകാരമാക്കുമാറാകട്ടെ. ആയതിനാൽ നമ്മുടെ ഈ ഭൗതികമായ, അതല്ലെങ്കിൽ ഈ കാണുന്ന ഈ ശരീരത്തിൻ്റെ കോലവും ആകാരവും വസ്ത്രത്തിൻ്റെ നിറവും വസ്ത്രത്തിൻ്റെ ആ വടിവും ഒന്നുമല്ല അവിടെ പരിഗണിക്കപ്പെടേണ്ടത്. ഇതെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശുദ്ധിയുടെയും വൃത്തിയുടെയും അടയാളമായി പരിഗണിക്കുമെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരാളെ തിരിച്ചറിയേണ്ടത് ഇപ്രകാരമൊന്നുമുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് അയാളുടെ പ്രകൃതിയും അയാളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുമൊക്കെ കണക്കാക്കിക്കൊണ്ടാണ്. ആയതിനാലാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂസർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്താൻ കഴിയാത്ത, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാഹ്യരൂപം മാത്രം നോക്കിക്കൊണ്ട് ഇബ്ന സൗദ എന്ന് വിളിച്ച നിന്റെ മനസ്സകത്തിൽ കുടിയിരിക്കുന്നത് വിവരക്കേടിൻ്റെ അംശമാണ് എന്ന് ബഹുമാന്യരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രധാനിയായ സഹാബിയുടെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവപരമാണ്.
എന്നാൽ ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി. പിന്നീട് മക്കം ഫതഹിന്റെ അന്ന് വിജയശ്രീലാളിതനായി എല്ലാ പുന്നാര ഹബീബിന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന സമയത്ത് എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമായി പ്രതാപത്തോടെയും സകല പ്രതാപത്തോടെയും മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുമ്പോൾ നബി തങ്ങളുടെ സമീപത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് വേണ്ട സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രധാനികളായ സഹാബാക്കളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനികളായ സമ്പന്നന്മാരായ സഹാബാക്കളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ സമ്പന്നന്മാരായ സഹാബാക്കളുണ്ട്. പക്ഷേ ആ തിരക്കുകൾക്കിടയിൽ നിന്നും പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിറം കറുത്തുപോയതിൻ്റെ പേരിൽ ആളുകളെല്ലാം കൂടി നിൽക്കുമ്പോൾ നബി തങ്ങൾ മാറ്റി നിർത്തുകയല്ല. സന്തോഷാധിക്യത്തിൻ്റെ ആ സമയത്ത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ സമയത്ത് ബഹുമാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് പുന്നാര ഹബീബ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞത്, ഈ കഅബാലയത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അള്ളാഹുവിൻ്റെ നാമം ഉയർത്തണമെന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കും, നബിയെ ഞാനാണോ? അതേ ബിലാൽ, നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കറുപ്പിൻ്റെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താതെ ബഹുമാന്യരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരുടെയും മുന്നിൽ ഏറ്റവും വലിയ മഹത്വത്തിൻ്റെ മഹോന്നതിയുടെ ഏറ്റവും വലിയ വളർമ്മയിലേക്ക് അദ്ദേഹത്തിന് കൈപിടിച്ചു ഉയർത്തുകയാണ്. ഇങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. നിറവും ജാതിയും വർണ്ണവും അതും ഭാഷയും ഒന്നും മനുഷ്യന്മാർക്കിടയിൽ വേർതിരിക്കപ്പെടാനുള്ള വസ്തുവാകരുത്. അങ്ങനെ വേർതിരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവരെ മനസ്സിലാക്കവരാണ് നീചന്മാർ. വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിലെല്ലാം ഒരാളെ മാറ്റി നിർത്തപ്പെടാൻ ഒരാൾക്ക് സാധ്യമാകുന്നെങ്കിൽ, അതല്ലെങ്കിൽ അപ്രകാരം പറയുന്നുണ്ട് എങ്കിൽ, വർഗീയമായി ആളുകളെ തരംതിരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഞങ്ങൾ ഈ മതത്തിൻ്റെ വക്താക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റേ മതത്തിൻ്റെ വക്താക്കളാണ്, അതുകൊണ്ട് ഞങ്ങളാണ് മേലാളന്മാർ, നിങ്ങൾ കീഴാളന്മാരാണ്, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവരല്ല, മറ്റു രാജ്യത്തേക്കെല്ലാം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ഒരാളുടെ നാവ് പൊന്തുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, അയാളേക്കാൾ നീചനായ, നികൃഷ്ടനായ, നിന്ദ്യനായ, മോശക്കാരനായ ഒരാൾ ഭൂലോകത്തുണ്ടാകുകയില്ല എന്നുള്ളതാണ്. അതാണ് സഹോദരങ്ങളെ, അവരുടെ മനസ്സകങ്ങളിൽ കുടിയിരിക്കുന്നത് ഏറ്റവും വലിയ മാലിന്യമാണ്. മാലിന്യത്തിന് പോലും നാണക്കേടാണ് അപ്രകാരം പറഞ്ഞാൽ. മാലിന്യത്തേക്കാൾ വലിയ മോശമാണ് അവൻ്റെ ഹൃദയത്തിലുള്ളത്, അവൻ്റെ നാവിലുള്ളത്, അവൻ്റെ ചിന്തയിലുള്ളത്, അവൻ്റെ തലച്ചോറ് മതിക്കുന്നത് അപ്രകാരമാണ്. ആയതിനാൽ സഹോദരങ്ങളെ, നിറവും വർണ്ണവും ജാതിയൊന്നും മനുഷ്യന്മാർക്കിടയിൽ വേർതിരിക്കാനുള്ളതാകരുത്. ഞാൻ മുസ്ലിമാണ് എന്ന് അന്തസ്സോടെ പറയാൻ കഴിയണം. അതല്ലെങ്കിൽ മറ്റു തര വിശ്വാസികളാണെങ്കിൽ ഞാൻ എൻ്റെ മതമാണ്, എൻ്റെ മതത്തിലാണ് ഞാൻ എന്ന് പറയുന്നതിനോടൊപ്പം, എൻ്റെ ആരാധനകൾ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം, എൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നതിനോടൊപ്പം, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നതിനോടൊപ്പം മറ്റു മതത്തിലുള്ളവരെയും അംഗീകരിക്കാനുള്ള വിശാലമായ മനസ്ഥിതി ഉണ്ടാകുമ്പോഴാണ് നീ പരിശുദ്ധനായ വ്യക്തിയായി തീരുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ മതത്തിൻ്റെ ആളാണ്, അതുകൊണ്ട് മറ്റുള്ളവർ വരുമ്പോൾ എൻ്റെ മതത്തിൻ്റെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ മതത്തിൻ്റെ അനുസരിച്ച് ജീവിക്കണം എന്ന ചിന്ത വരാൻ പാടില്ല. എല്ലാവരും, നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ജൂതൻ, അതല്ലെങ്കിൽ അങ്ങനെയൊന്നും വേർതിരിവുകളില്ല മനുഷ്യന്മാർക്കിടയിൽ. അപ്പോഴായിരിക്കും അവർ നാലുപേരും ഇങ്ങനെ കവലയിൽ നിൽക്കുമ്പോഴായിരിക്കും, അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ മതത്തിൻ്റെ ആളുകൾ കവലയിൽ നിൽക്കുമ്പോഴായിരിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നത്. അപ്പോൾ പറയും, ഗോവിന്ദ ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം. അതിനെന്താളെയാ, പോയി നിസ്കരിച്ചിട്ട് വരൂ എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മാറുന്ന ദയനീയമായ ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിലോ ചിന്തയിലോ ഒന്നും അങ്ങനെയാകാൻ പാടില്ല. നമ്മളുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും മനുഷ്യന്മാരാണ്, നമ്മളെപ്പോലെ ചിന്തയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മാനിക്കാനും ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും അവരെ സഹായിക്കാനുമുള്ള വിശാലമായ മനസ്ഥിതി നമുക്കുണ്ടാകുമ്പോഴാണ്
നമ്മൾ വിശുദ്ധരായിത്തീരുന്നത്. അപ്പോഴും നമ്മളവിടെ നിറമോ അതല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വലിയ തറവാടിയെന്നോ സമ്പന്നനെന്നോ സമ്പന്നനില്ലാത്തവനെന്നോ അവൻ കീഴാളനെന്നോ മേലാളനെന്നോ ഒന്നും ഉണ്ടാവൂല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. അപ്പോൾ നമുക്ക് വിശാലമായ നല്ല ചിന്ത വരും. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദര, നിന്റെ മനസ്സകങ്ങളിൽ കുടിയിരിക്കുന്ന ആ മാലിന്യം, നിന്റെ സഹധർമ്മിണിയെ, നിന്നോടൊപ്പം ജീവിച്ച നിന്റെ പ്രിയപ്പെട്ടവളെ, നിന്നോടൊപ്പം ജീവിക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു വന്ന നിന്റെ പ്രിയപ്പെട്ടവളെ മരണത്തിലേക്ക് നിനക്ക് തള്ളിവിടാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സകത്ത് കുടിയിരിക്കുന്നത് മാലിന്യത്തെക്കാൾ വലിയ മാലിന്യമാണ്. അതിനെ നിർമാർജനം ചെയ്ത് വിഭാടനം ചെയ്ത് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ നീ സന്നദ്ധനാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം വന്നുപോയതിൻ്റെ പേരിൽ നീ സമൂഹത്തിനോട് നീ മാപ്പ് ചോദിക്കണം. ആ കുടുംബത്തിനോട് തീരാത്ത കടമയോടെ അവരോട് വിനയാന്യതനായി നീ പെരുമാറേണ്ട നിന്റെ ബാധ്യതയാണ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അപ്രകാരമുള്ള ചിന്തയോ അതല്ലെങ്കിൽ സംസാരമോ ഉണ്ടാകാൻ പാടില്ല. ആ ചിന്ത വന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഇസ്ലാമിക വിരുദ്ധമായിട്ടാണ് നിന്റെ പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഓർക്കുക. അതോടൊപ്പം തന്നെ സഹോദരിമാരോട് പറഞ്ഞതുപോലെ, നിങ്ങളെ പെണ്ണ് കാണാൻ വിവാഹപ്രായമെത്തിയ സഹോദരങ്ങൾ, നിങ്ങളെ പെണ്ണ് കാണാൻ ഒരാൾ വരുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യമാണ് കാണേണ്ടത്. അല്ലാതെ അതിൽ പുട്ടിയുമിട്ട് അതുപോലെ തന്നെ പുരികമെല്ലാം ത്രെഡ് ചെയ്ത് വലിയ അഴകോടുകൂടെ എന്ന് പറഞ്ഞാൽ കൃത്രിമമായി അഴകുണ്ടാക്കിയിട്ട് പോയി നിൽക്കലല്ല. നിന്റെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെടുന്നവരെ നീ വിവാഹം കഴിക്കുക. അതല്ലേ മാന്യത? അതല്ലേ ശരിയായത്? അതല്ലേ യാഥാർത്ഥ്യം? അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. ആയതിനാൽ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സച്ചരിതരിൽ സ്വാലിഹികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യന്മാരെ ജാതിയും മതവും വർണ്ണവും വർഗവും ഭാഷയും ദേശമൊന്നും വേർതിരിക്കപ്പെടാതെ എല്ലാവരെയും തൻ്റെ സ്വന്തം സഹോദരനെ പോലെ കാണാനുള്ള വിശാലമായ മനസ്ഥിതി ആർജിച്ചെടുക്കുന്ന ഏറ്റവും നല്ല മഹോന്നതിയുള്ള മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. നാഥനായ റബ്ബ് നമ്മളെല്ലാം അപ്രകാരമാക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.